സ്വാഭാവികം മനുഷ്യ സഹജമായ പല തെറ്റുകളും പല കുറ്റങ്ങളും അല്ലെങ്കിൽ പല പോരായ്മകളും നമുക്ക് ഉണ്ടാകാറില്ലേ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കണം. അതിൽ എൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ് ഞാൻ. ആലപ്പുഴ കളക്ട്രേറ്റിൽ നടന്ന ആലോചന യോഗങ്ങളിലൊക്കെ തന്നെ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. LDF സർക്കാർ നടത്തിയ വള്ളംകളിയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. അതിലെന്നെ പ്രസംഗിക്കാൻ പോലും വിളിച്ചില്ല. അതിൻ്റെ ഉദ്ഘാടന സമയത്തോ അതിൻ്റെ ഇടവേളയിലോ അതിൻ്റെ സമാപനത്തിനോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഓരോരോ സമയത്തുണ്ടാകുന്ന ചില പാളിച്ചകളോ വീഴ്ചകളോ ഒക്കെയാണ്, പോരായ്മകളാണ്. ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോവുകയാണ്. വള്ളംകളിയുടെ ഉദ്ഘാടന പോസ്റ്റർ വന്നപ്പോൾ കുട്ടനാടിൻ്റെ കൂടെ പ്രതിനിധിയായ മാവേലിക്കരയുടെ പ്രതിനിധിയായ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേര് ഉണ്ടായിരുന്നില്ല, ഫോട്ടോയും ഉണ്ടായിരുന്നില്ല. വലിയ വിവാദം ഉണ്ടാകുകയും ചെയ്തു. അത് മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാണ്. ഈ സാഹചര്യത്തിൽ എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് എംപി തന്നെ റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നു. എംപി എന്താ സംഭവിച്ചത്? ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ, എനിക്കൊന്നും അറിയത്തില്ല. നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പോസ്റ്ററല്ല, പക്ഷെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉള്ള ഒരു പോസ്റ്ററാണ് ജില്ലാ ഭരണകൂടവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും ചേർന്ന് തയ്യാറാക്കിയത്. അതാണ് പുറത്തു വന്നത്, മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ആ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ എല്ലാം ഫോട്ടോ അതിനകത്ത് വെച്ചപ്പോൾ എൻ്റെ ഫോട്ടോ വന്നില്ല. അത് ഞാൻ നേരത്തെ ഒരു എന്തായാലും അത് തയ്യാറാക്കിയവർക്കുള്ളൊരു നോട്ടപ്പിശകോ അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവോ ആണ്. അങ്ങനെ ഒരു ജാഗ്രത കുറവിൻ്റെ ആവശ്യമുണ്ട്. കാരണം എത്രയോ വർഷമായിട്ട് മാവേലിക്കരയുടെ എംപിയാണ്. 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഒരു മണ്ഡലം, അതും കുട്ടനാട് പോലെ വിശാലമായൊരു സ്ഥലം. അവിടെ നിന്ന് കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ളടുത്ത് എംപിയുടെ പേര് വിട്ടുപോയതൊരു ജാഗ്രത കുറവായി മാത്രമേ അതിനെ കണക്കാവൂ. എനിക്കങ്ങനെ അതിനെ കാണാൻ കഴിയുള്ളൂ. സ്വാഭാവികം മനുഷ്യ സഹജമായ പല തെറ്റുകളും പല കുറ്റങ്ങളും അല്ലെങ്കിൽ പല പോരായ്മകളും നമുക്ക് ഉണ്ടാകാറില്ലേ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. നമുക്കെന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി വളരെ നല്ല രീതിയിൽ നടക്കണം, വിജയകരമായി നടക്കണം. അവിടെ ഏറ്റവും കുറ്റമറ്റ രീതിയിലുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കണം. അതിൽ എൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ് ഞാൻ. ആലപ്പുഴ കളക്ട്രേറ്റിൽ നടന്ന ആലോചന യോഗങ്ങളിലൊക്കെ തന്നെ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കളക്ടറും അധ്യക്ഷ കൂടിയ യോഗത്തിൽ മന്ത്രിമാരും അതുപോലെ തന്നെ ആലപ്പുഴ MP KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ ഞാനും വളരെ സജീവമായി പങ്കെടുത്തുന്നു. എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സജീവമാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പ് ഉണ്ടായ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്ത് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തേണ്ട, ചില സാങ്കേതിക കാരണങ്ങൾ നടത്തേണ്ടെന്ന് തീരുമാനിച്ചു. അതിനെ ശക്തമായി അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും സമരം പ്രഖ്യാപിക്കുകയും പ്രക്ഷോഭത്തിലേക്ക് ആളുകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ആളാണ്. പക്ഷേ ആ ഒരു അവസാനം അന്നത്തെ ഗവൺമെൻറ്റിന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനിക്കേണ്ടി വന്നു. LDF സർക്കാർ പോസ്റ്ററിനകത്ത് പേര് വെക്കാനോ ഫോട്ടോ വെക്കാനോ മറന്നിട്ടില്ല. അങ്ങയുടെ സർക്കാർ തന്നെ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. LDF സർക്കാർ നടത്തിയ വള്ളംകളിയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. അതിലെന്നെ പ്രസംഗിക്കാൻ പോലും വിളിച്ചില്ല. അതിന് പ്രശ്നം ഉണ്ടായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അവർ വള്ളംകളി നടന്നപ്പോൾ ഓരോ ഇടവിട്ട് ഓരോ ഗസ്റ്റ് പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ ഉദ്ഘാടന സമയത്തോ അതിൻ്റെ ഇടവേളയിലോ അതിൻ്റെ സമാപനത്തിനോ എന്നെ പ്രസംഗിക്കാൻ തുടർച്ചയായിട്ട് അവഗണന വരുന്നു എന്നൊരു തോന്നൽ വരുന്നത്. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഓരോരോ സമയത്തുണ്ടാകുന്ന ചില പാളിച്ചകളോ വീഴ്ചകളോ ഒക്കെയാണ്, പോരായ്മകളാണ്. ഇങ്ങനൊരു സംഭവം വാർത്തകളിൽ വിവാദം വിളിച്ചില്ല എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ പോസ്റ്ററിൽ ഫോട്ടോ വന്നില്ല എന്നത് കൊണ്ടോ ഞാനങ്ങനെ പ്രതിഷേധിക്കാറില്ല, അങ്ങനെ ആരോടും പരിഭവം പറയാറില്ല. ഇപ്പോഴും അത് തന്നെയാണ്. അത് ഒരു നോട്ടപ്പിശകായിട്ടോ അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവായിട്ടോ അതിനെ കാണാൻ കഴിയൂ. അത് ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്. നമ്മളിതിൻ്റെ പുറകിലൊക്കെ എങ്ങനെയാണ് പോകുന്നത്? പോസ്റ്ററിൽ പേരില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വിളിക്കാത്തതിൻ്റെ പേരിലോ ഒന്നും വികാരം കൊള്ളുകയോ അതിൽ പെട്ടെന്ന് എന്താണ് കുട്ടനാട്ടുകാരുടെ മനസ്സിലൊന്നും ഉണ്ടാവും. അല്ല, കുട്ടനാട്ടിൻ്റെ മനസ്സിലും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തുടരെ ജയിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അവിടുത്തെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖമായ വള്ളംകളിയാണ്. അതിനനുബന്ധമായി ഒരുപാട് ചെറുതും വലുതുമായ വള്ളംകളികൾ കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലെല്ലാം ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. വാർത്തകളും വിവാദമൊക്കെ ആയി ഇതിന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും മണിക്കൂറായിട്ട് തന്നെ ചെറുതായിട്ടൊരു വേദന ഒന്നുമില്ല. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അവഗണനയും വേദനയും ഇല്ല. ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിലൊക്കെ നോക്കിപ്പോയാലേ അവഗണന വേദന വലിയ കാര്യമില്ല. അതിലൊന്നും അങ്ങനെ ഒരു എന്താണ്, അത് അങ്ങനെ വേദനിക്കപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ
അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊന്നും വേദനിക്കപ്പെടുന്ന ആളല്ല കൊടിക്കുന്നിൽ സുരേഷ് എം പി. കാരണം മാവേലിക്കരയുടെ നേരത്തെ അടൂരിൻ്റെയൊക്കെ എം പി ആയിരുന്നു. ഒരുപാട് മണ്ഡലങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. 3 ജില്ലകളിൽ പരന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര, കൊല്ലം, കോട്ടയം, ആലപ്പുഴ. അങ്ങനെ 3 ജില്ലകളിൽ പരന്നെടുക്കുന്ന ഒരു പാവയ്ക്ക മാതിരിയുള്ള മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. എൻ്റെയും കൂടെ വ്യക്തിപരമായ പ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നവുമില്ല. ജാഗ്രത കുറവ് മാത്രമാണ് ഉണ്ടായത്. അത് അങ്ങനെ തന്നെ കണക്കാക്കാനാണ് ഇഷ്ടം. വേദനയും അവഗണനയും ഒക്കെ സ്വാഭാവികമാണ്. അതൊന്നും രാഷ്ട്രീയത്തിൽ വലിയ വില ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, റിപ്പോർട്ടർ, ദില്ലി.